മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 73-ാമത്തെ ദശകത്തിൽ 5ഉം 6ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 5-ാമത്തെ ശ്ലോകം. സവിഷാദഭരം സയാജ്ഞമുച്ചൈരതിദൂരം വനിതാഭീക്ഷ്യമാണ മൃദു തദ്ദിശി പാതയന്ന പങ്കൻ സബലോ ക്രൂരരഥേന നിർഗതോ ഭൂ. ഭഗവാന്റെ മധുരയിലേക്കുള്ള യാത്രയാണ് പറയണത്. ഇവിടെ ബലരാമനോട് കൂടിയിട്ട് ഭഗവാൻ പുറപ്പെട്ടു എന്ന് പറഞ്ഞു. പുറകിൽ സ്ത്രീകൾ, പിന്നിൽ സ്ത്രീകൾ വളരെ അധികം സങ്കടത്തോടു കൂടി വിലപിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ആ യാത്ര പുറപ്പെട്ടു അവിടുന്ന് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയണത്. അതിൻ്റെ ഒപ്പം ആ ഗോപസ്ത്രീകളുടെ അവസ്ഥയും പറയണം. സവിഷാദഭരം സയാജ്ഞം ഉച്ചൈഃ അതിദൂരം വനിതാഭിः ഈക്ഷ്യമാണഃ മൃദു തദ്ദിശി പാതയൻ അപാംഗൻ സബലഃ അക്രൂരരഥേന നിർഗതഃ അഭൂഃ. സബലഃ ബലരാമനോട് കൂടിയിട്ട് അക്രൂരരഥേന, അക്രൂരൻ്റെ രഥത്തിൽ എന്ന് പറഞ്ഞാൽ അക്രൂരൻ തെളിക്കുന്നതായിട്ടുള്ള രഥത്തിൽ. അക്രൂരനാണ് അവിടെ ഡ്രൈവർ. ആ കുതിരകളെ നടത്തണത് അക്രൂരനാണ്, നിയന്ത്രിക്കേണ്ടത് അക്രൂരനാണ്. അക്രൂരനാണ് രഥത്തിൻ്റെ ഇതായിട്ടുള്ളത്, സൂതനായിട്ടുള്ളത്. സബലഃ അക്രൂരരഥേന, അക്രൂരൻ്റെ ആ രഥത്തിൽ കൂടി അക്രൂരൻ തെളിയിച്ചതായിട്ടുള്ള ആ രഥത്തിൽ നിർഗതഃ അഭൂഹു, രാമത്തിൽ നിന്ന് വ്രജത്തിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് പോയി. നിർഗതഃ പുറത്തേക്ക് പോയവൻ ആയിത്തീർന്നു, അഭൂഹു ആയിത്തീർന്നു. അപ്പം പുറത്തേക്ക് കടന്നു എന്നാണ്. വ്രജത്തിൽ നിന്ന് പുറത്തു കടന്നു ശ്രീകൃഷ്ണൻ ബലരാമനോട് കൂടിയിട്ട്. ഈ അക്രൂരൻ്റെ രഥത്തിൽ ശ്രീകൃഷ്ണൻ ബലരാമനോടുകൂടി വ്രജത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നാണ് പറഞ്ഞത്. സബലഃ അക്രൂരരഥേന നിർഗതഃ അഭൂഹു. സബലോ ക്രൂരരഥേന ഇത് മുറിക്കുമ്പോൾ സബലഃ അക്രൂരരഥേന നിർഗതഃ അഭൂഹു എന്ന്. ഇനി ആ സമയത്ത് എങ്ങനെയാണ് ഗോപസ്ത്രീകളുടെ അവസ്ഥ പറയാണ്. സവിഷാദഭരം, വിഷാദത്തിൻ്റെ ആധിക്യം, അത്യധികമായിട്ടുള്ള വിഷാദം, അത്യധികമായ ദുഃഖത്തോടു കൂടി, സങ്കടത്തോടു കൂടി. സവിഷാദം എന്നുള്ളത് അതിനോട് കൂടിയിട്ട് സവിഷാദഭരം, അത്യധികം ദുഃഖത്തോടു കൂടി. സയാജ്ഞം, യാചനയോട് കൂടിയിട്ടും കൂടി എന്നാണ്. അതായത് പോവരുതേ എന്ന് പിന്നെയും യാചിക്കുകയാണോ എന്ന് തോന്നുമാറ്. സയാജ്ഞം, യാചിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ യാചനയോട് കൂടിയിട്ട് ഭഗവാനെ കാണാൻ പറ്റണേ, പിന്നെയും ഇനി ഒന്നുകിൽ വേഗം വരണേ എന്നുള്ളതായിട്ടുള്ള, അല്ലെങ്കിൽ ഞങ്ങളെ വിട്ട് പോവരുതേ എന്നുള്ളതായിട്ടുള്ള യാചന. ആ യാചന അവരുടെ കണ്ണുകളിലുണ്ട് എന്നുള്ളതാണ്. സയാചനം. ഉച്ചൈഹി അത്യധികമായിട്ടുള്ള യാചനയോടുകൂടി. അഭിവീക്ഷ്യമാണഃ വനിതാഭിഹി, വനിതകളാൽ, ആ ഗോപസ്ത്രീകളാൽ അഭിവീക്ഷ്യമാണഃ നോക്കപ്പെട്ടുകൊണ്ട്. വനിതാഭിഹി ഈക്ഷ്യമാണഃ, അഭിവീക്ഷ്യമാണ് എന്തായാലും ഈക്ഷ്യമാണഃ നോക്കപ്പെട്ടുകൊണ്ട്. ഗോപസ്ത്രീകളിങ്ങനെ പിന്നെയും അദ്ദേഹത്തിനെ നോക്കിക്കൊണ്ടിരുന്നു. അദ്ദേഹം പോണ വഴിയിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. എന്താണ്? യാചിച്ചുകൊണ്ട് ഇനിയും വരണേ, അല്ലെങ്കിൽ അങ്ങ് പോകരുതേ എന്ന് പിന്നെയും യാചിക്കുകയാണ്. ഉച്ചൈഹി സയാചനം, ഉച്ചത്തിലുള്ളതായിട്ടുള്ള യാചനയോടുകൂടി. അതായത് ഉച്ചൈഹി എന്ന് വെച്ചാൽ അത്യധികമായിട്ടുള്ള യാചന, അല്ലാണ്ട് ഉറക്ക യാചിക്കുക എന്നല്ല അവിടെ അർത്ഥം. ശബ്ദത്തിൻ്റെ ആധിക്യമല്ല പറയണത്. ഉച്ചൈഹി എന്ന് പറയുമ്പോൾ അവിടെ യാച്യമാനഃ എന്നുള്ളതുകൊണ്ട് വളരെ അത്യധികം ആയിട്ട് യാചിക്കുന്നത് പോലെ ഈക്ഷ്യമാണഃ കാണപ്പെട്ടുകൊണ്ട് അവരിങ്ങനെ പിന്നെയും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭഗവാനെ തന്നെ. എങ്ങനെ? അതിദൂരം, വളരെ ദൂരത്തേക്ക്. അതായത് അദ്ദേഹം കണ്ണിൽ നിന്ന് മറയുന്നത് വരെ അങ്ങോട്ട് എന്നെ നോക്കിക്കൊണ്ടിരുന്നു സ്ത്രീകളൊക്കെ എന്നാണ്. ഗോപസ്ത്രീകൾ ഭഗവാൻ പോകുന്നതിലുള്ളതായിട്ടുള്ള സങ്കടത്തോടു കൂടി അദ്ദേഹത്തിനോട് വീണ്ടും യാചിക്കുന്ന മട്ടിൽ
അദ്ദേഹം കണ്ണിൽ നിന്ന് മറയുന്നത് വരെ അതിദൂരം, വളരെ ദൂരത്തേക്ക്, വളരെ ദൂരത്ത് എത്തിയിട്ടും പിന്നെയും ഈ സ്ത്രീകളാൽ യാചിച്ചതിനോടുകൂടി വീക്ഷിക്കപ്പെട്ടുകൊണ്ട് നോക്കപ്പെട്ടുകൊണ്ട് അപ്പോൾ അദ്ദേഹം എന്തു ചെയ്തു? മൃദു തദ്ദിശി പാതയൻ അപാങ്കാൻ, തദ്ദിശി ആ ദിക്കിലേക്ക്, അതായത് ഈ സ്ത്രീകൾ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ സ്ത്രീകളുടെ നേരെ മൃദു തദ്ദിശി പാതയൻ അപാങ്കാൻ, തദ്ദിശി അപാങ്കാൻ പാതയൻ, അപാംഗങ്ങളെ, കടക്കണ്ണുകൾ, ആ അപാംഗങ്ങളെ കൊണ്ടുള്ളതായിട്ടുള്ള വീക്ഷണങ്ങൾ അദ്ദേഹവും അവിടേക്ക് എന്നെ നോക്കിക്കൊണ്ടിരുന്നു എന്നാണ്. തിരിഞ്ഞു നോക്കി എന്നല്ല, അപാംഗങ്ങളെ കൊണ്ട് കണ്ണ് തിരിച്ച് കണ്ണിൻ്റെ അറ്റം കൊണ്ട് സ്നേഹപൂർവമായിട്ടുള്ള ആ അപാംഗ വീക്ഷണം അതുണ്ടായി അദ്ദേഹത്തിന് എന്നാണ്. എങ്ങനെ? മൃദുവായിട്ടുള്ള അപാംഗ വീക്ഷണം, വളരെ മൃദുവായിട്ട്, വളരെ സൗമ്യമായിട്ട്, മനോഹരമായിട്ട് അവരെ തന്നെ കണ്ണ് തിരിച്ച് നോക്കിക്കൊണ്ട്, കടക്കണ്ണിൽ കൂടി നോക്കിക്കൊണ്ട്, മൃദു തദ്ദിശി പാതയൻ അപാങ്കാൻ പാതയൻ, അപാംഗങ്ങളെ പതിപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ട്, അപാംഗങ്ങളെ കൊണ്ട് നോക്കിക്കൊണ്ട്, സബലഹ ബലരാമനോടുകൂടി അക്രൂരരഥേന, അക്രൂരൻ്റെ രഥത്തിൽ നിർഗത അഭൂഹു, ഒടുക്കം ആ വ്രതത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു എന്നാണ്. അവിടെ സ്ത്രീകളുടെ മാനസിക അവസ്ഥയും അതിനുള്ളതായിട്ടുള്ള ഭഗവാന്റെ മറുപടിയും രണ്ടും പറയുന്നുണ്ട്. മറുപടി എന്ന് വെച്ചാൽ അവിടെ ആ വീക്ഷണം കൊണ്ട് തന്നെയാണ് മറുപടി. വളരെ സ്നേഹത്തോടു കൂടി ഉള്ളതായിട്ടുള്ള ആ നോട്ടം, അപാംഗങ്ങളെ കൊണ്ടുള്ളതായിട്ടുള്ള വീക്ഷണം, അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായ മറുപടിയാണ് ആ വീക്ഷണം തന്നെ എന്നാണ് പറയണത്. വിഷാദഭരം, അത്യധികം വിഷാദത്തോടുകൂടിയും, സയാച്നം യാചനയോടുകൂടിയും, ഉച്ചൈഹി സയാച്നം, ഉച്ചത്തിലുള്ളതായിട്ടുള്ള അത്യധികമായിട്ടുള്ള യാചനയോടുകൂടിയും പോരുതേ എന്നുള്ളതായിട്ടുള്ള യാചന, അല്ലെങ്കിൽ വേഗം മടങ്ങി വരണേ എന്നുള്ളതായിട്ടുള്ള യാചന, രണ്ടും ആവാം. എന്തായാലും അങ്ങനെ അതിദൂരം, വളരെ ദൂരം പോകുന്നത് വരെ വനിതാഭിഹി ഈക്ഷ്യമാണ്, സ്ത്രീകളാൽ നോക്കപ്പെട്ടുകൊണ്ട് അദ്ദേഹം അതിന് മറുപടിയായിട്ട് മൃദു തദ്ദിശി പാതയൻ അപാങ്കാൻ, തൻ്റെ മൃദുവായിട്ടുള്ള അപാംഗങ്ങളെ, തൻ്റെ കടക്കണ്ണുകളെ ആ ദിക്കിലേക്ക്, ആ ഗോപസ്ത്രീകളുടെ അടുത്തേക്ക് പതിപ്പിച്ചുകൊണ്ട് അവരെ തന്നെ നോക്കിക്കൊണ്ട്, സബലഹ ബലരാമനോടുകൂടി അക്രൂരരഥേന, അക്രൂരൻ്റെ രഥത്തിൽ നിർഗത അഭൂഹു, ഗ്രാമത്തിൽ നിന്ന്, പ്രജത്തിൽ നിന്ന് പുറത്തേക്ക് പോയി എന്ന്. ഇനി അത് തന്നെ ആ യാത്ര തന്നെ ഒന്നും കൂടി വർണ്ണിക്കുകയാണ്. അനസാ ബഹുളേന വല്ലവാനം മനസാ ച അനുഗതോധ വല്ലഭാനം വനമാർത്തമൃഗം വിഷണ്ണവൃക്ഷം സമതീതോ യമുനാതടീമയാസീ. അനസാ ബഹുളേന, അനഹ എന്ന് വെച്ചാൽ വണ്ടി എന്നാണ് അർത്ഥം. കാളവണ്ടിയോ അങ്ങനെ കാളവണ്ടി ആയിരിക്കണം. എന്താ വെച്ചാൽ അവിടെ ഗോപങ്ങന്മാരാണല്ലോ, അപ്പോൾ പശുക്കളും കാളകളുമാണ് അവരുടെ സമ്പത്ത്. അപ്പോൾ ആ കാളകളെ കൊണ്ട് കൂട്ടിയിട്ടുള്ളതായിട്ടുള്ള വണ്ടി. അനസാ ബഹുളേന, ധാരാളം വണ്ടികളിലായിട്ട് ഈ ഗോപന്മാർ, നേരത്തെ പറഞ്ഞല്ലോ, പിതാവുണ്ട്, അച്ഛൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്, എല്ലാവരും പുറപ്പെട്ടിട്ടുണ്ട് നഗരം കാണാനായിട്ട്. അപ്പം അങ്ങനെ ബഹുളേന അനസ, ധാരാളം ഈ കൊട്ടാരത്തിലേക്കല്ലേ പോണത്. അപ്പോൾ സമ്മാനങ്ങൾ, രാജാവിനുള്ളതായിട്ടുള്ള സമ്മാനങ്ങൾ, അനവധി കാഴ്ചവസ്തുക്കൾ, സമ്മാനങ്ങൾ വെച്ചാൽ കാഴ്ചവസ്തുക്കൾ ധാരാളം വേണം. അപ്പോൾ അതൊക്കെ പാല്, തൈര്, നെയ്യ് തുടങ്ങിയതായിട്ട്, അതാണല്ലോ ഗോപന്മാരുടെ സമ്മാനം കൊടുക്കാനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള കാഴ്ചവസ്തുക്കളും ഒക്കെ വണ്ടികളിൽ നിറച്ചിട്ടുണ്ട്. ഈ കൂട്ടുകാരായിട്ടുള്ള ഗോപന്മാരുണ്ട്, അച്ഛനുണ്ട്, അങ്ങനെ ആ വണ്ടികളൊക്കെ പിന്നാലെ വരുന്നുണ്ട്. അനസാ ബഹുളേന, ധാരാളം വണ്ടികളെ കൊണ്ടും മനസാച അനുഗതോധ വല്ലഭാനം, വല്ലഭാനം മനസാച, വല്ലഭമാരുടെ പിന്നെ ഭഗവാന് പ്രിയപ്പെട്ടതായ ആ ഗോപസ്ത്രീകളുടെ മനസ്സുകൊണ്ട് അവർക്ക് ഒരു വിധത്തിൽ കാണാൻ സാധിക്കണത് വരെ അവർ നോക്കിക്കൊണ്ടേയിരുന്നു. അവരുടെ കണ്ണുകളാണ് അദ്ദേഹത്തിനെ പിന്തുടർന്നിരുന്നത്. അപ്പോൾ കണ്ണുകളെ കൊണ്ട് അദ്ദേഹത്തിനെ കാണാൻ വയ്യാണ്ടായപ്പോൾ പിന്നെ അവർ മനസ്സുകൊണ്ടാണ് അദ്ദേഹത്തിനെ പിന്തുടർന്നത് എന്നാണ്. മനസാച, മനസ്സുകൊണ്ട്, ഗോപസ്ത്രീകളുടെ വല്ലഭാനാം മനസാച, വല്ലഭകളായ അവർ പ്രിയപ്പെട്ടതായ ഗോപസ്ത്രീകളുടെ മനസ്സുകൊണ്ടും അനുഗത, പിന്തുടരപ്പെട്ടവനായിട്ട്, അതായത് വണ്ടികളിൽ കയറിയിട്ട് ഈ ഗോപന്മാർ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഉണ്ട്.
അതുപോലെ ഗോപസ്ത്രീകളുടെ മനസ്സും അദ്ദേഹത്തിൻ്റെ പിന്നാലെ തന്നെയുണ്ട് എന്നാണ്. അനവധി ഗോപസ്ത്രീകളുണ്ടല്ലോ, അപ്പോൾ അവരുടെയൊക്കെ മനസ്സും അദ്ദേഹത്തിൻ്റെ പിന്നാലെ തന്നെ ഓടിക്കൊണ്ടിരുന്നു എന്നാണ് പറയണത്. കണ്ണ് എത്താൻ സാധിച്ചില്ലെങ്കിലും അപ്പോൾ അവിടെ മനസ്സായി അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടിയിരുന്നത് എന്നാണ്. അനസാ ബഹുളേന, ധാരാളം വണ്ടികളെ കൊണ്ട്. ആരുടെ വണ്ടികളാണ്? വല്ലവാനം, വല്ലവന്മാരുടെ, ഗോപന്മാരുടെ വണ്ടികളാലും പിന്നെ വല്ലഭകളായിട്ടുള്ള ഗോപസ്ത്രീകളുടെ മനസ്സിനാലും, മനസ്സുകളാലും, പലരുടെ മനസ്സ് എന്നുള്ളതിലാണ്. മനസാച്ച അവിടെ ഏകവചനെ പ്രയോഗിച്ചിട്ടുള്ളൂ എന്ന് വെച്ചാൽ ഒന്നിച്ച്, എന്നാലും അവിടെ ഒന്നിച്ച് എല്ലാവരുടെയും മനസ്സുണ്ട് എന്നുള്ളതാണ് അവിടെ അർത്ഥം. അപ്പോൾ അവരുടെ മനസ്സുകൊണ്ടും എല്ലാവരുടെയും മനസ്സ് ഒരുപോലെ അങ്ങോട്ട് പിന്തുടരുകയാണ് എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഏകവചനം പ്രയോഗിച്ചിരിക്കുന്നത്. മനസാച്ച, മനസ്സുകൊണ്ടും പിന്തുടരപ്പെട്ടവനായിട്ട് പിന്നാലെ അതുണ്ട് എന്നാണ്. അങ്ങനെ വനം ആർത്തമൃഗം. ഇനി ഗോപസ്ത്രീകൾക്ക് മാത്രമല്ല മനസ്സിന് വിഷമം, വനം ആർത്തമൃഗം. ആർത്തമൃഗം, ആർത്തന്മാരായിട്ടുള്ള മൃഗങ്ങളോട് കൂടിയ മാനുകളും ബാക്കിയുള്ള മൃഗങ്ങളും ഒക്കെ ഉണ്ട്. ആ വനത്തിലുള്ളതായിട്ടുള്ള മൃഗങ്ങൾ അവർക്കൊക്കെ ആർത്തന്മാരായി തീർന്നു അവരൊക്കെ എന്നാണ്. അവർക്കൊക്കെ ദുഃഖം സഹിക്കുക വയ്യാണ്ട് ഈ ഭഗവാൻ അവിടെ നിന്ന് അങ്ങോട്ട് പോണ് കണ്ടപ്പോൾ ആ യമുനാതീരത്തുള്ളതായിട്ടുള്ള ആ വനം മുഴുവനെ ദുഃഖിച്ചു എന്നാണ് പറയുന്നത്. അവിടുന്ന് അവിടെയുള്ളതായിട്ടുള്ള മൃഗങ്ങളും, പിന്നെ മൃഗങ്ങൾ മാത്രമല്ല, ജീവനുള്ള മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ മൃഗങ്ങളെയും എല്ലാ ജീവജാലങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഇനി അതുമാത്രമല്ല, വൃക്ഷലതാദികൾക്കും കൂടി സങ്കടമായി എന്നാണ്. വനമാർത്തമൃഗം വിഷണ്ണവൃക്ഷം, വിഷണ്ണങ്ങളായ വൃക്ഷങ്ങളോട് കൂടിയത്. അപ്പോൾ വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ലതകളെയും ബാക്കിയുള്ളതിനെയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. കുറ്റിച്ചെടികളും വൃക്ഷങ്ങളും ലതകളും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് വിഷണ്ണവൃക്ഷം എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും, അതായത് സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആ വേർപാട് അവരൊക്കെ അതുകൊണ്ട് മൂകമായിട്ട് തീർന്നു എന്നാണ്. സങ്കടം അവരുടെയൊക്കെ മനസ്സിനെ കൂടി ബാധിച്ചു എന്നാണ് അവിടെ കവി സങ്കല്പിക്കുന്നത്. വനമാർത്തമൃഗം വിഷണ്ണവൃക്ഷം, ആർത്തമായ മൃഗങ്ങളോട് കൂടിയതും വിഷണ്ണങ്ങളായ വൃക്ഷങ്ങളോട് കൂടിയതുമായിട്ടുള്ള ആ വനത്തെ, ആ യമുനാതീരത്തിലെ വനം സമതീത കടന്നിട്ട്, ആ വനത്തിൻ്റെ അപ്പുറത്തെത്തി. സമതീത, ആ വനം കടന്നിട്ട്, കാട് കടന്നിട്ട് യമുനാതടീം അയാസീഹി, യമുനാതടത്തിൽ എത്തിച്ചേർന്നു എന്നാണ്. യമുനാ നദിയുടെ തീരത്ത് എത്തി. യമുനാതടീം അയാസീഹി, അയാസീഹി അങ്ങ് ചെന്നു, അങ്ങ് ഈ രസത്തിൽ ആ യമുനാതടത്തിൽ ചെന്നു എന്നാണ്. വനത്തെ അതിക്രമിച്ചിട്ട്, വനത്തെ കഴിഞ്ഞിട്ട് വനത്തിൽ കൂടി സഞ്ചരിച്ച് യമുനാതടത്തിൽ എത്തിച്ചേർന്നു. യമുനാതടീം അയാസീഹി, യമുനാതടത്തെ പ്രാപിച്ചു. അയാസീഹി അവിടേക്ക് ചെന്നു, യമുനാതടത്തിലേക്ക് ചെന്നു. അവിടെ എത്തി, രഥം യമുനാതടത്തിലെത്തി എന്നാണ് പറയണത്. അനസാ ബഹുളേന വല്ലവാന, അനസാ വണ്ടികളാൽ, എങ്ങനെയുള്ള ആരുടെ വണ്ടികളാണ്? വല്ലവാനാം അനസാ, ബഹുളേന അനസാ, ധാരാളമായിട്ടുള്ള വല്ലവന്മാരുടെ വണ്ടികളാലും, വല്ലഭാനാം മനസാച്ച, വല്ലഭകളായ ഗോപസ്ത്രീകളുടെ മനസ്സുകൊണ്ടും അനുഗതനായി പിന്തുടരപ്പെട്ടുകൊണ്ട് അദ്ദേഹം ആ ആർത്തമായിട്ടുള്ള മൃഗങ്ങളോട് കൂടിയതും സങ്കടപ്പെടുന്നതായിട്ടുള്ള മൃഗങ്ങളും വിഷണ്ണങ്ങളായ വൃക്ഷങ്ങളുള്ളതായിട്ടുള്ള ആ യമുനാതടത്തെ കടന്ന് സമതീത, അതിനെ കടന്നിട്ട് യമുനാതടീം അയാസീഹി, യമുനാതടത്തിലേക്ക് ചെന്നു, അവിടെ എത്തിച്ചേർന്നു എന്ന്. രണ്ട് ശ്ലോകം ഒന്നും കൂടി ചെല്ലാം. സവിഷാദഭരം സയാച്ഛമുച്ചൈരതിദൂരം വനിതാഭിരീക്ഷ്യമാണ മൃദു തദ്ദിശി പാതയന്ന പങ്കൻ സബലോ ക്രൂരരഥേന നിർഗതോ ഭൂ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. അഴലോടധീനഭാവമോടും വ്രജനാരീജനമാശു നോക്കി നിന്നു. അവരെ ദയയോടെ നോക്കി നീയും ബലനക്രൂരനുമായി ഗമിച്ചു തേരിൽ. അനസാ ബഹുളേന വല്ലവാനം മനസാ ചാനുഗതോഥ വല്ലഭാനം വനമാർത്തമൃഗം വിഷണ്ണവൃക്ഷം സമതീതോ യമുനാതടീമയാസീ. കൃഷ്ണാർപ്പണം.
മലയാള പരിഭാഷ. ഒരുമിച്ചഥ ഗോവരൊത്തുപോയി നീ വ്രജനാരീ ജനചിത്തമൊപ്പമെത്തി. മൃഗവും മരവും ധരിച്ചു നിൽക്കും വനമാർഗേ യമുനാതടത്തിലെത്തി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.